നമസ്കാരം. അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. 1200 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. പക്ഷേ ഭൂകമ്പമോ വെള്ളപ്പൊക്കമോ വന്നാലും ഈ ക്ഷേത്രം തകരില്ല. അതായത് ഹിമാലയൻ മേഖലയെ പിടിച്ചുകുലുക്കിയ പ്രളയമോ ഭൂകമ്പമോ പോലും പ്രതിരോധിക്കാൻ ഈ രാമക്ഷേത്രത്തിന് സാധിക്കും. 2500 വർഷത്തോളം ഇവ നിലനിൽക്കും. ഇതെല്ലാം അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർക്കിടെക്റ്റുകളായ ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിഷും പറയുന്നതാണ്. ഇവരാണ് ക്ഷേത്ര സമുച്ചയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തനിക്ക് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കായി പോകാനാവില്ലെന്നും ചന്ദ്രകാന്ത് പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണിത്. എന്നാൽ ക്ഷേത്രം എല്ലാ പണികളും പൂർത്തിയാക്കിയാൽ അത് എല്ലാ വിശ്വാസികൾക്കുമായി തുറന്നു കൊടുക്കണമെന്നാണ് ചന്ദ്രകാന്ത് പറയുന്നത്. രാജ്യത്തെ 200-ലധികം ക്ഷേത്രങ്ങൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചന്ദ്രകാന്ത്. തന്റെ മകന്റെ മുദ്ര ഈ പദ്ധതിയിൽ പതിഞ്ഞതിൽ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം. ഈ കുടുംബത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഡിഗ്രിയുള്ള ആർക്കിടെക്റ്റാണ് ചന്ദ്രകാന്തിന്റെ മകൻ ആശിഷ്. ഈ ഡിസൈൻ തയ്യാറാക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് വിശ്വസിക്കുകയാണിപ്പോഴെന്ന് ആശിഷ് പറയുന്നു. പ്രഭാസ് പട്ടണിലെ സോമനാഥ് ക്ഷേത്രം ചന്ദ്രകാന്തിന്റെ മുത്തച്ഛനായ പ്രഭാശങ്കറാണ് നിർമ്മിച്ചത്. ശിവലിംഗം നിൽക്കുന്ന യഥാർത്ഥ സ്ഥലത്താണ് ആ ക്ഷേത്രം നിർമ്മിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ടെന്ന് ആശിഷ് പറയുന്നു. 3 സ്ട്രക്ചർ അനാലിസിസ് നടത്തിയ ലോകത്തെ തന്നെ ആദ്യ ക്ഷേത്രമാണ് അയോധ്യയിലേത്. നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്തത്. ഭൂകമ്പം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാണിത്. റിക്ടർ സ്കെയിലിൽ 8 രേഖപ്പെടുത്തിയ ഭൂകമ്പം വന്നാലും ക്ഷേത്രം അതിനെ അതിജീവിക്കും. റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ട്രക്ചർ അനാലിസിസ് നടത്തിയത്. ഇതുവരെ രേഖപ്പെടുത്തിയ പ്രളയനിരപ്പിനേക്കാൾ 20 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. സൂര്യതിലക് എന്ന ഒരു ഫീച്ചറും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ലെൻസുകളാണ്. രാമനവമി ദിനത്തിൽ സൂര്യരശ്മികൾ കൃത്യമായി വിഗ്രഹത്തിൽ പതിക്കാൻ ഇവ സഹായിക്കും. എല്ലാ വിശ്വാസികൾക്കുമായി ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആശിഷ് പറയുന്നു. തനിക്ക് മുസ്ലിം പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതര മതസ്ഥർക്ക് രാമക്ഷേത്രത്തിലും പ്രവേശിക്കാനാവണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ആശിഷ് പറഞ്ഞു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ശ്രീരാമ വിഗ്രഹം എത്തിച്ചു. പ്രത്യേക പൂജകളോടെ ഇന്നലെ പുലർച്ചെയാണ് ക്രെയിനിന്റെ സഹായത്തോടെ വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ എത്തിച്ചത്. 51 ഇഞ്ച് ഉയരവും 1.5 ടൺ ഭാരവുമാണ് വിഗ്രഹത്തിനുള്ളത്. മൈസൂരുവിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജാണ് വിഗ്രഹം കൊത്തിയെടുത്തത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കലശപൂജ നടന്നിരുന്നു. ചടങ്ങുകൾ ജനുവരി 21 വരെ തുടരും. ജനുവരി 22-നാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. 121 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 12:20 മുതൽ 1 മണി വരെയാണ് ചടങ്ങുകൾ. അതിനിടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണ രീതിയിൽ പൂർത്തിയാകും മുൻപ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്നും ആചാര ലംഘനമാണെന്നുമുള്ള രാജ്യത്തെ 4 മഠങ്ങളിൽ നിന്നുള്ള ശങ്കരാചാര്യന്മാരുടെ വിമർശനത്തെ തള്ളി BHP രംഗത്തെത്തി. ക്ഷേത്രം പൂർണ്ണമായി നിർമ്മാണം പൂർത്തിയായെന്നാണ് ശ്രീരാമ മന്ദിർ നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ ദ്രിപേന്ദ്ര മിശ്ര പ്രതികരിച്ചത്. സമർപ്പിച്ചിരിക്കുന്ന ഗർഭഗൃഹവും 5 മണ്ഡപങ്ങളും ഉൾക്കൊള്ളുന്ന താഴത്തെ നില പൂർണ്ണമായും നിർമ്മിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറും ആചാരം ലംഘിച്ചെന്ന ആരോപണങ്ങൾക്കെതിരെ രംഗത്തെത്തി. ജവഹർലാൽ നെഹ്റു സർക്കാരിന്റെ നേതൃത്വത്തിൽ മുൻപ് സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കും മുൻപ് ഗർഭഗൃഹം മാത്രം പൂർത്തിയാക്കിയാണ് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് അലോക് പറഞ്ഞു. അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് താഴത്തെ നിലയിലാണ്. അവിടുത്തെ പണികളെല്ലാം പൂർത്തീകരിച്ചതാണെന്നും അലോക് അവകാശപ്പെട്ടു. അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ 7000-ഓളം ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർക്കെല്ലാം ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിൽ മുഖ്യാതിഥിയാകുക. ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠ നടത്താൻ ദൈവം നിയോഗിച്ചിരിക്കുകയാണെന്നും 11 ദിവസത്തേക്ക് വിശേഷ വ്രതം അനുഷ്ഠിച്ചാണ് താൻ ചടങ്ങിൽ പങ്കെടുക്കുകയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ 22-ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് പകുതി ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.